ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 12-ാം അധ്യായം. നാരദ ഉവാച. ബ്രഹ്മചാരി ഗുരുകുലേ വസന്താന്തോ ഗുരോർഹിതം ആചരൻ ദാസവന്നീജോ ഗുരൗ സുദൃഢസൗഹൃദഃ സായം പ്രാതരുപാസീത ഗുർവജ്ഞർക്കസുരോത്തമാൻ ഉഭേ സന്ധ്യേ ജയദവാഗ് ജപൻ ബ്രഹ്മസമാഹിതഃ. നാരദൻ അരുളി ചെയ്തു. ബ്രഹ്മചര്യം രണ്ടു വിധത്തിലുണ്ട്. ഔപകുർവാണം എന്നും നൈഷ്ഠികം എന്നും പേർ. ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ ബ്രഹ്മചര്യം ദീക്ഷിക്കുക എന്ന അവധിയോട് കൂടിയതാണ് ഔപകുർവാണം. അവധി നിശ്ചയിക്കാതെ ആയുഷ്കാലം മുഴുവനും ദീക്ഷിക്കുന്നതിന് നൈഷ്ഠികം എന്നും പേർ. അതിൽ ഔപകുർവാണം എന്ന അവധി നിശ്ചയിച്ചിട്ടുള്ള ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കുന്നവനെ ഉപകുർവാണൻ എന്നു പറയുന്നു. ഉപകുർവാണൻ്റെ ധർമ്മങ്ങൾ താഴെ വിവരിക്കുന്നു. ബ്രഹ്മചാരി ഗുരുകുലത്തിൽ വസിക്കണം, ഗുരുവിൻ്റെ ഹിതം ആചരിക്കണം. ദാസൻ ഏതുവിധം പരിചരിക്കുമോ അതുപോലെ ഗുരു ശുശ്രൂഷ ചെയ്യണം. അതിനനുസരിച്ച വിധത്തിൽ ഇന്ദ്രിയങ്ങളെ അടക്കുകയും താൻ ഗുരുവിന് അധീനനാണെന്ന് ഭാവിക്കുകയും ഗുരുവിൽ സുസ്ഥിരമായ സ്നേഹമുണ്ടായിരിക്കുകയും വേണം. പ്രാതസന്ധ്യ, സായം സന്ധ്യ എന്ന 2 സന്ധ്യകളെ വന്ദിക്കണം. ആദ്യാവസാന സന്ധ്യകളെ പറഞ്ഞിരിക്കയാൽ മധ്യാഹ്ന സന്ധ്യയെയും വന്ദിക്കേണ്ടതാണെന്ന് ധരിക്കണം. വാക്കിനെയും മനസ്സിനെയും അടക്കി ഗായത്രി മന്ത്രം സന്ധ്യാവന്ദനാവസരത്തിൽ ജപിക്കണം. ഗുരു, അഗ്നി, സൂര്യൻ, ഭഗവാനായ ശ്രീഹരി ഇവരെ യഥോചിതം പൂജാ നമസ്കാരാദികൾ കൊണ്ട് വന്ദിക്കണം. ഛന്ദാംസ്യതീത ഗുരോർ ആഹൂതശ്ചേത് സുയന്ത്രിതഃ ഉപക്രമേവസാനേ ച ചരണൗ ശിരസാ നമേത്. ഗുരു വിളിക്കുന്ന സമയം അരികത്ത് ചെന്നിരുന്ന് മനസ്സിരുത്തി വേദം പഠിക്കണം. അധ്യയനാരംഭത്തിലും അവസാനത്തിലും എല്ലാ ദിവസവും ഗുരുപാദങ്ങളിൽ വീണ് നമസ്കരിക്കണം. മേഖലാജിനവാസാംസി ജടാദണ്ഡകമണ്ഡലൂൻ ബിഭ്രയാദുപവീതം ച ദർഭപാണിർ യഥോചിതം. സ്മൃതിയിൽ വിധി അനുസരിച്ച് അരയിൽ മുഞ്ചക്കയർ, കൃഷ്ണമൃഗത്തോൽ, വസ്ത്രം എന്നിവയെയും ജട, ദണ്ഡം, കമണ്ഡലു എന്നിവയെയും യത്നസൂത്രത്തെയും ധരിക്കണം. വിരലിൽ ദർഭ കൊണ്ടുള്ള പവിത്രമുണ്ടായിരിക്കണം. ജട ധരിക്കണമെന്ന് പറഞ്ഞതിൽ നിന്ന് തേച്ചുകുളി വർജിക്കുക. തലമുടി ശോധന ചെയ്ത് അലങ്കരിക്കാതിരിക്കുക എന്ന സംഗതി ധരിച്ചാൽ മതി. സായം പ്രാതശ്ചരേത് ഭൈക്ഷ്യം ഗുരവേ തന്നിവേദയേത് ഭുഞ്ജീതയതനുജ്ഞാതോ നോചേതുപവസേത് ക്വചിത്. രാവിലെയും വൈകുന്നേരവും ഭിക്ഷയ്ക്കായി സഞ്ചരിക്കണം. കിട്ടിയ അന്നം ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. സമ്മതം ലഭിച്ച ശേഷം ഭക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നും ഭക്ഷിക്കാതിരിക്കണം. സുശീലോ മിതബുഗ്ധക്ഷഃ ശ്രദ്ധധാനോ ജിതേന്ദ്രിയഃ യാവദർത്ഥം വ്യവഹരേ സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച. സൗമ്യ സ്വഭാവം, മിതാഹാരം, ശാസ്ത്ര ഗുരുവാക്യ വിശ്വാസം, പ്രവൃത്തിയിൽ ഉത്സാഹം, ഇന്ദ്രിയജയം മുതലായ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. സ്ത്രീകളിലും സ്ത്രീജിതരായ പുരുഷന്മാരിലും അത്യാവശ്യത്തിനു മാത്രമേ സംസർഗം ചെയ്യാവൂ. സൗശല്യാദി ഗുണം ബ്രഹ്മചാരിക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യമുള്ള സാധാരണ ഗുണങ്ങളാണെന്ന് ധരിക്കണം. വർജയേത് പ്രമദാഘാതാം അഗൃഹസ്ഥോ ബൃഹദ്വ്രതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്ത്യപി യഥേർമനഃ. ഗൃഹസ്ഥാശ്രമിയെ ഒഴിച്ചുള്ളവരെ എല്ലാം സ്ത്രീകളുടെ ചരിത്രത്തെ തന്നെ വർജിക്കണം. എന്തുകൊണ്ടെന്നാൽ മനസ്സിനെ ശോഭിപ്പിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ഇന്ദ്രിയങ്ങൾ സന്യാസിയുടെയും മനസ്സിനെ അപഹരിക്കും. ഇന്ദ്രിയങ്ങൾ ശക്തിയേറിയവയാകയാൽ സ്ത്രീകഥാശ്രവണദ്വാര വിഷയാസക്തി ജനിക്കും. മനസ്സിനെ അടക്കുന്നതായ സ്വഭാവമുള്ളവനും വിഷയാസക്തനായിത്തീരും. കേശപ്രസാദനോർമർദ്ദ സ്നപാനാഭ്യഞ്ജനാധികം ഗുരുസ്ത്രീഭിർയുവതിഭിഃ കാരയേന്നാത്മനോ യുവ. യൗവനയുക്തനായ പുരുഷൻ ബ്രഹ്മചാരിയായിരിക്കുന്നുവെങ്കിൽ ഗുരു പത്നിമാരെ കൊണ്ടോ അന്യ യുവതിമാരെ കൊണ്ടോ തൻ്റെ തലമുടി കെട്ടിക്കുക, ശരീരം തലോടിക്കുക, കുളിപ്പിക്കുക, ശിരസിൽ എണ്ണ തേപ്പിക്കുക മുതലായ പ്രവൃത്തികൾ ചെയ്യിക്കരുത്. നന്യൊഗ്നിപ്രമദാനാമ ഹൃദകുംഭസമപുമാൻ സുധാമഭിരഹോ ജഹ്യാത് അന്യദായാവദർത്ഥകൃത്. കേശപ്രസാദനാദികൾ ചെയ്യിക്കരുതെന്നു പറഞ്ഞതിന് കാരണം
സ്ത്രീ തീയിനു തുല്യവും പുരുഷൻ നെയ് നിറച്ച പാത്രത്തിന് തുല്യനുമാകുന്നു. രണ്ടിനെയും ഒരുമിച്ച് വെച്ചാൽ ഉരുകിപ്പോകുമെന്ന് കരുതണം. അതുകൊണ്ട് അത്യാവശ്യത്തിനു മാത്രമേ സ്ത്രീയോട് പരിചയിക്കാവൂ. മറ്റു സമയത്തിൽ പുത്രിയായിരുന്നാൽ കൂടിയും ഏകാന്തസ്ഥാനത്തിൽ ഒരുമിച്ചിരിക്കരുത്. കൽപ്പയിത്വാത്മനായാവത് ആഭാസമിതമീശ്വരഃ ദ്വൈതം താവന്ന വിരമേത് തതോ ഹ്യസ്യ വിപര്യയഃ. അധ്യയനാദികൾ നിമിത്തം സമർത്ഥനാണെന്ന് അഭിമാനിക്കുന്നവനും മനസ്സുകൊണ്ട് ശരീരഭാവനയെ കൽപ്പിച്ചു തന്നെ എത്ര കാലം വർത്തിക്കുന്നുവോ അത്ര കാലവും ഞാൻ പുരുഷൻ, അവൾ സ്ത്രീ എന്നുള്ള ഭാവവും ഇരിക്കുന്നുണ്ട്. അതുനിമിത്തം അകർത്തവ്യത്തിൽ ഏർപ്പെടുവാൻ ഇടവരും. അതിനാൽ നരകാദി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായും വരും. അതുകൊണ്ട് ദോഷഹേതുവിനെ വർജിക്കുന്നതാണ് ഉത്തമം. ഏതത്സർവം ഗൃഹസ്ഥസ്യ സമാംനാദം യഥേരഭി ഗുരുവൃത്തിർവികൽപേന ഗൃഹസ്ഥസ്യർത്തുഗാമിനഃ. ഋതുകാലത്തിൽ ഭാര്യാസഹവാസം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഗൃഹസ്ഥൻ ആചാര്യധർമ്മമായ അധ്യാപനം, യാചനം മുതലായവ നടത്തുവാൻ പ്രാപ്തനാണെങ്കിൽ മാത്രം ആ വൃത്തി കൊണ്ട് ഉപജീവിക്കാം. സന്താനാദികളെ പരിപാലിക്കാനുള്ള പ്രവർത്തികളാൽ അധ്യാപനാദികളിൽ ഏർപ്പെടുവാൻ മതിയായ സ്വാസ്ഥ്യം ഇല്ലെന്നു വരികിൽ അതിലേർപ്പെടാതിരിക്കുന്നതിൽ വിരോധമില്ല. അഞ്ജനാഭ്യഞ്ജനോന്മർദ്ദ സ്ത്രീവലയഘാമിഷം മധു സ്രഗന്ധലേപാലങ്കാരാം സ്ത്യജേയുർയേ ധൃതവ്രതാഃ. വ്രതം ദീക്ഷിക്കുന്ന ബ്രഹ്മചാരി തേച്ചുകുളി, ശരീര സംസ്കാരം, സ്ത്രീകളോട് ചേർന്നിരിപ്പ്, മാംസഭക്ഷണം, മദ്യസേവ, പൂമാലധാരണം, ചന്ദനലേപനം, ആഭരണധാരണം മുതലായവ വർജിക്കണം. ഉഷിത്വൈവം ഗുരുകുലേ ദ്വിജോദീത്യാവബുദ്ധ്യജ ത്രയീം സാംഗഗോപനിഷദം യാവദർത്ഥം യഥാബലം ദത്വാ വരമനുജ്ഞാതോ ഗുരോ കാമം യതീശ്വരഃ. ഗൃഹം വനം വാ പ്രവിശേത് പ്രവ്രജേത്തത്ര വാ വസേത്. ബ്രഹ്മചര്യ ആശ്രമധർമ്മങ്ങൾ പറഞ്ഞതിൽ പിന്നെ മറ്റുള്ള ആശ്രമങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്ന ശ്രീനാരദൻ ഏതാശ്രമത്തിൽ പ്രവേശിക്കുന്നതായാലും ആദ്യത്തെ ബ്രഹ്മചര്യം കഴിഞ്ഞേ പാടുള്ളൂ എന്ന അഭിപ്രായത്തെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നു. ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാരെ ദ്വിജന്മാരെന്ന് പറയുന്നു. അവരെല്ലാവരും ആദ്യം ഗുരുകുലത്തിൽ ബ്രഹ്മചര്യം ദീക്ഷിക്കണം. ശിക്ഷ, വ്യാകരണം, ഛന്ദസ് മുതലായ അംഗങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയോടുകൂടി 3 വേദത്തെയും അവരവരുടെ ശാഖാനുസരണം വേണ്ടുന്ന കാര്യങ്ങൾ അറിയാൻ മതിയാകുന്നതുവരെയും ശരീരബലത്തെ അനുസരിച്ചും പഠിക്കുകയും അർത്ഥം ധരിക്കുകയും ചെയ്ത ശേഷം ശിഷ്യൻ ധനവാനും പ്രാപ്തനുമാണെങ്കിൽ ഗുരുവിന് അഭീഷ്ടപ്രദാനമാകുന്ന ദക്ഷിണ ചെയ്ത് സമ്മതം വാങ്ങിയ ശേഷം ഗൃഹസ്ഥാശ്രമത്തെയോ വാനപ്രസ്ഥാശ്രമത്തെയോ സന്യാസാശ്രമത്തെയോ സ്വീകരിക്കണം. ജീവിതകാലം മുഴുവനും ബ്രഹ്മചര്യം തന്നെ ദീക്ഷിക്കുന്നതിനും വിരോധമില്ല. അവരവരുടെ മനോഭാവത്തെ അനുസരിച്ചാണ് ഇതര ആശ്രമങ്ങളെ സ്വീകരിക്കേണ്ടത്. അഗ്നോ ഗുരുവാത്മനീച സർവഭൂതേഷ്വദോഷജം ഭൂതൈ സ്വദാമഭിപശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവത്. സ്വാഭിപ്രായാനുസരണം സ്വീകരിച്ച ഏതാശ്രമത്തിൽ ഇരിക്കുന്നവരും അനുഷ്ഠിക്കേണ്ട സാധാരണ ധർമ്മങ്ങൾ. എപ്പോഴും സർവത്ര പരിപൂർണനായിരിക്കുന്ന ഭഗവാൻ ഒന്നിലും പ്രവിഷ്ടനല്ല. സകല ഭൂതങ്ങളിലും സ്വതേ വസിക്കുന്നു എന്ന് മാത്രമല്ല, ഏതൊരു വസ്തുവും ഭഗവാനെ ആശ്രയിച്ചു തന്നെ നിലനിൽക്കുന്നു. എങ്കിലും ഉപാസനാർത്ഥം അഗ്നിയിലും ഗുരുവിലും സ്വശരീരത്തിലും സകല ഭൂതങ്ങളിലും ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് കണ്ടുകൊള്ളണം. ഏവം വിദോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ യതിർഗൃഹീ ചരൻ വിദിത വിജ്ഞാനഃ പരം ബ്രഹ്മാധിഗച്ഛതി. ഇപ്രകാരം സർവത്ര ഭഗവാനെ കാണുന്ന ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, ഗൃഹസ്ഥൻ എന്ന സർവാശ്രമികളും അവരവർക്കു വിധിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അറിയേണ്ടതായ തത്വത്തെ അറിഞ്ഞവനായിട്ട് പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ് ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. വാനപ്രസ്ഥസ്യ വക്ഷ്യാമി നിയമാൻ മുനിസമ്മതാൻ യാനാതിഷ്ഠൻ മുനിർ ഗച്ഛേത് ഋഷിലോകമിഹാഞ്ജസ. മുനിമാർ വിധിച്ചിരിക്കുന്ന വാനപ്രസ്ഥ ധർമ്മങ്ങൾ പറയാം. ആ ധർമ്മങ്ങൾ ഈ ലോകത്തിലിരുന്ന് അനുഷ്ഠിക്കുന്ന പുരുഷൻ പ്രയാസം കൂടാതെ തന്നെ ക്രമമുക്തി സ്ഥാനമായ ഋഷിലോകത്തെ പ്രാപിക്കും. ന കൃഷ്ടപശ്യമശ്നീയാത് അകൃഷ്ടം ചാപ്യലകാലദഃ അഗ്നിപക്വമധാമം വാ അർക്കപക്വമുദാഹരേത്. വാനപ്രസ്ഥൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന ശാലി മുതലായ ധാന്യങ്ങൾ ഭക്ഷിക്കരുത്. കൃഷി ചെയ്യാതെ തന്നെ സ്വതേയുണ്ടാകുന്ന കിഴങ്ങ് മുതലായവ മൂത്തു പാകം വരുന്നതിനു മുമ്പ് ഭക്ഷിക്കരുത്.
സൂര്യോഷ്ണത്താൽ പാകം വന്നിരിക്കുന്ന ഫലാദികൾ ഭക്ഷിക്കണം. ഒട്ടും മൂക്കാത്ത ഫലാദികളും നന്നേ പാകം വന്ന പഴം മുതലായവയും ഭക്ഷിക്കരുത്. സാരാംശം നിറഞ്ഞിരിക്കുന്ന ഫലമൂലാദികൾ ഭക്ഷിക്കണം. പ്രകൃതി അനുസരിച്ച് ജീവിക്കണം. കൃത്രിമങ്ങളെ മുഴുവനും ഉപേക്ഷിക്കണം എന്നാണ് ഇതിൽ നിന്നും ധരിക്കാവുന്ന ഭക്ഷണ നിയമം. വന്യേശ്ചരു പുരോടാശാൻ നിർവവേത് കാലചോദിതാൻ ലബ്ധേ നവേ നവേനാദ്യേ പുരാണം തു പരിത്യജേത്. ഉപജീവനക്രമം പറഞ്ഞ ശേഷം വാനപ്രസ്ഥൻ അനുസരിക്കേണ്ട നിയമങ്ങൾ പറയുന്നു. കാട്ടിലുണ്ടാകുന്ന നീവാരാദി ധാന്യങ്ങളെ കൊണ്ട് നിത്യനിയമങ്ങൾക്കാവശ്യമായ ചരു പുരോഡോഷാദി നൈവേദ്യങ്ങൾ സമ്പാദിച്ചു കൊള്ളണം. പുതിയ പുതിയ ഭക്ഷണ പദാർത്ഥം ലഭിക്കുമ്പോൾ മുമ്പേ ഇരുപ്പുള്ളത് ഉപേക്ഷിക്കണം. അഗ്ന്യർത്ഥമേവ ശരണമുടജം വാദ്രികന്ധരം ശ്രയേത ഹിമവായു അഗ്നി വർഷാർക്കാത്തഭഷാട് സ്വയം. ആരാധിക്കുവാനുള്ള അഗ്നിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പർണശാലാരൂപമായ വാസസ്ഥാനത്തെയോ പർവ്വത ഗുഹയെയോ ആശ്രയിക്കണം. താനാകട്ടെ മഞ്ഞ്, കാറ്റ്, മഴ, വെയിൽ മുതലായവ സഹിച്ചുകൊള്ളണം. സ്വശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളെ ബാഹ്യ പഞ്ചഭൂതങ്ങളോടുകൂടി സംയോജിപ്പിച്ചുകൊള്ളണം. ഇത് പഞ്ചഭൂത ധാരണ കൊണ്ട് സാധിക്കാവുന്നതാണ്. വാനപ്രസ്ഥാശ്രമങ്ങളിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് പഞ്ചഭൂത ധാരണ അഭ്യസിച്ചിരിക്കണമെന്ന് ഇതിൽ നിന്ന് ധരിക്കേണ്ടതായിരിക്കുന്നു. വൃഷ്ടി ശരീരത്തിലെ ഉപാദാന ദ്രവ്യങ്ങളായ പഞ്ചഭൂതങ്ങളെ സമഷ്ടിഭൂതങ്ങളോട് യോജിപ്പിക്കുന്നതായ അഭ്യാസമാണ് പഞ്ചഭൂതധാരണ. കേശരോമനഗശ്മശ്രൂമലാനി ജഡിലോ ദദത് കമണ്ഡലുജിനേ ദണ്ഡവൽക്കലാഗ്നി പരിച്ഛദാൻ. ജടകളെ ധരിക്കുന്നവനായിട്ട് തലമുടി, നഖങ്ങൾ, മുഖരോമങ്ങൾ, ശരീരത്തിലെ അഴുക്ക് മുതലായവയെയും കമണ്ഡലു, കൃഷ്ണമൃഗചർമ്മം, ദണ്ഡം, വൽക്കലം, അഗ്നിഹോത്രത്തിനാവശ്യമായ സ്രുവം എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ ഇവ സ്വീകരിക്കണം. ശരീരമലത്തെ ധരിക്കണമെന്ന് പറഞ്ഞത് സ്നാനാവസരത്തിൽ ദേഹത്തിലെ ചളി കളയുവാൻ വേണ്ടി മർദ്ദനാദി സംസ്കാരങ്ങളെ വർജിക്കണമെന്ന അർത്ഥത്തെ സൂചിപ്പിക്കുവാനാകുന്നു. ചരേധ്വനേ ദ്വാദശാബ്ദാൻ അഷ്ടൗ വാ ചതുരോ മുനിഃ ദ്വാവേഗം വാ യഥാ ബുദ്ധിർ ന വിബധ്യേത കൃച്ഛ്രദഃ. വനത്തിൽ 12, 8, 4, 2, 1 സംവത്സരം വാനപ്രസ്ഥനായി കഴിച്ചുകൂട്ടണം. കാലനിർണയം അക്ലിപ്തമാക്കി. എന്തുകൊണ്ടെന്നാൽ തപസ്സു ചെയ്യുന്നതിന് എത്രത്തോളം ബുദ്ധിയിൽ ഉത്സാഹം തോന്നുന്നുവോ അത്ര കാലം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാകുന്നു. തപക്ലേശ സഹനത്തിൽ അശക്തനായെന്ന് വന്നാൽ അല്പകാലം കൊണ്ട് ആ ആശ്രമം വിട്ട് സമുചിതമായ മറ്റു നിലയിൽ പ്രവേശിച്ചു കൊള്ളണം. യഥാ കൽപ്പസ്വക്രിയായാം വ്യാധിഭിർജരയാധവാ അന്വേഷിക്കാം വാ വിദ്യായാം കുര്യാദനശനാധികം. 12, 8 എന്നിങ്ങനെ പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞാലും ദേഹശക്തിയും ബുദ്ധിയിൽ ഉത്സാഹവുമുള്ള പുരുഷൻ വാനപ്രസ്ഥത്തിൽ തന്നെയോ സന്യാസത്തിലോ പ്രവേശിച്ച് കഴിച്ചുകൂട്ടണമെന്ന സംഗതി വരുന്ന അധ്യായത്തിൽ വിവരിക്കും. വാനപ്രസ്ഥ നിയമങ്ങളെ യഥാക്രമം വഹിക്കുവാനും ആത്മവിചാരം ചെയ്യാനും വ്യാധികൾ നിമിത്തമോ വാർദ്ധക്യം നിമിത്തമോ അശക്തനായ പുരുഷൻ ഉപവാസം മുതലായ താഴെ പറയുന്ന മാർഗങ്ങൾ സ്വീകരിച്ചു കൊള്ളണം. ആത്മന്നഗ്നീൻ സമാരോപ്യ സന്യസ്യാഹമമാത്മതാം കാരണേഷു നസേ സമ്യക് സംഘാതം തു യഥാർഹതഃ. ആരാധിച്ചു വന്നിരുന്ന അഗ്നികളെ ആത്മാവിൽ സമർപ്പിച്ച ശേഷം സ്വശരീരത്തിലും ഭാര്യാപുത്രാദി ശരീരങ്ങളിലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ നിശേഷം ഉപേക്ഷിക്കണം. പിന്നെ ശരീരത്തെ കാരണദ്രവ്യത്തിൽ ലയിപ്പിക്കണം. പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളാണല്ലോ ശരീരോപദാന ദ്രവ്യങ്ങൾ. അവ സ്വസ്വകാരണങ്ങളിൽ അടങ്ങിയതായി ഭാവിച്ചുറപ്പിക്കണം. ഹേകാനി വായൗ നിശ്വാസം തേജസ്യുഷ്മാണമാത്മവാൻ അപസ്വശ്ലേഷ്മപൂയാനി ഷിതൗ ശേഷം യഥോദ്ഭവം. ശരീരത്തെ ലയിപ്പിക്കേണ്ട ക്രമം വിസ്തരിക്കുന്നു. ശരീരത്തിലുള്ള നവദ്വാരങ്ങളെ ആകാശത്തിലും പ്രാണാപാനാദി ശ്വാസവികാരങ്ങളെ വായുവിലും ചൂടിനെ അഗ്നിയിലും രക്തം, കഫം, മൂത്രാദികം മുതലായവയെ ജലത്തിലും ബാക്കിയുള്ള എല്ല് മുതലായ കഠിനാംശങ്ങളെ ഭൂമിയിലും ലയിപ്പിക്കണം. അതാതു കാര്യദ്രവ്യങ്ങൾ കാരണദ്രവ്യങ്ങളിൽ അടങ്ങിയതായി ഭാവിച്ചുറപ്പിക്കണം. വാചമഗ്നൗ സവക്തവ്യാമിന്ദ്രേ ശില്പം കരാവഭി പദാനി ഗത്യാ വയസി രത്യോപസ്ഥം പ്രജാപതൗ. വചിപ്പാൻ യോഗ്യമായ വാക്കോടുകൂടി വാഗിന്ദ്രിയത്തെ അഗ്നിയിലും ആദാനാദി വ്യാപാരങ്ങളോടുകൂടി കൈകളെ ഇന്ദ്രനിലും
ഗമനത്തോടുകൂടി പാദങ്ങളെ വിഷ്ണുവിലും രതിയോടുകൂടി ഉപസ്ഥത്തെ പ്രജാപതിയിലും ലയിപ്പിക്കണം. കാര്യകാരണങ്ങളെ ലയിപ്പിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. വാഗീന്ദ്രിയം അഗ്നിയിൽ നിന്ന് ജനിച്ചതല്ല. അഗ്നി വാഗീന്ദ്രിയത്തിൻ്റെ അതിദൈവമാകുന്നു. അതുപോലെ തന്നെ ഇന്ദ്രൻ, വിഷ്ണു, പ്രജാപതി ഇവരും കരങ്ങൾ, പാദങ്ങൾ, ഉപസ്ഥം എന്ന ഇന്ദ്രിയങ്ങളുടെ അതിദൈവങ്ങളാകുന്നു. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രാദി ദേവന്മാർ ഈശ്വരാംശ സംഭവന്മാരാകയാൽ അവരെ ഈശ്വരനിൽ നിന്ന് അഭേദമായിട്ട് കരുതണം. അപ്പോൾ ഏകാത്മബോധം സുസ്ഥിരമാകുമെന്ന് കൂടി ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ലയക്രമത്തെ ധ്യാനിക്കാൻ ഉപദേശിച്ചിരിക്കുന്നത്. മൃത്യോപായും വിസർഗം ച യഥാസ്ഥാനം വിനിർദിശേത് ദിക്ഷു ശ്രോത്രം സനാദേന സ്പർശമധ്യാത്മനി ത്വജം. പായു എന്ന ഇന്ദ്രിയത്തെയും അതിൻ്റെ പ്രവൃത്തിയായ വിസർഗത്തെയും മൃത്യുവിൽ ലയിപ്പിക്കണം. ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങളെ അതതിൻ്റെ അതിദൈവങ്ങളിൽ സ്ഥാനം തെറ്റാതെ ലയിപ്പിക്കണം. ഇനി ജ്ഞാനേന്ദ്രിയങ്ങളെ ലയിപ്പിക്കേണ്ട ക്രമം പറയുന്നു. ശ്രോത്രത്തെയും തദ്വിഷയമായ നാദത്തെയും അതിൻ്റെ അതിദൈവമായ ദിക്കുകളിലും, ത്വഗീന്ദ്രിയത്തെയും അതിൻ്റെ വിഷയമായ സ്പർശത്തെയും അതിൻ്റെ അതിദൈവമായ വായുവിലും ലയിപ്പിക്കണം. രൂപാണി ചക്ഷുഷാ രാജൻ ജ്യോതിഷ്യഭിനിവേശയേത് അപ്സു പ്രജേതസാ ജിഹ്വാം ക്രേയൈർക്രാണം ഷിതൗന്യസേത്. മനോരഥൈശ്ചന്ദ്രേ ബുദ്ധിം ബോധ്യൈ കവൗ പരേ കർമാണ്യധ്യാത്മനാ രുദ്രേ യദഹം മമദാ ക്രിയാഃ സത്വേന ചിത്തം ക്ഷേത്രജ്ഞേ ഗുണൈർവൈകാരികം പരേ. മനസ്സിനെയും മനോരഥങ്ങളെയും മനസ്സിൻ്റെ വ്യാപാരങ്ങളെയും അതിദൈവമായ ചന്ദ്രനിലും, ബുദ്ധിയെ അതിൻ്റെ വ്യാപാരങ്ങളെയും കൂടി ബ്രഹ്മാവിലും, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ദേഹാത്മഭാവത്താൽ പ്രവൃത്തികൾ ചെയ്യുന്നതിന് കാരണമായിരിക്കുന്ന അഹങ്കാരത്തെയും തത്പ്രവൃത്തികളെയും അതിദൈവമായ രുദ്രനിലും, സത്വഗുണകാര്യമായ സ്വച്ഛത്വ പ്രകാശകത്വാദി വൃത്തികളോടുകൂടി ചിത്തത്തെ ക്ഷേത്രജ്ഞൻ എന്നുകൂടി പറയുന്ന ജീവാത്മാവിലും, ഗുണകാര്യങ്ങളായ ഇന്ദ്രിയ ദേവന്മാരോടുകൂടി വൈകാരികമെന്നു കൂടി പേരുള്ള സാത്വികാഹങ്കാരത്തെ അതിൻ്റെ കാരണമായ മഹത്തത്വത്തിലും ലയിപ്പിക്കണം. അപ്സുക്ഷിതിമപോ ജ്യോതിഷി അതോ വായൗ നഭസ്യമും കൂടസ്ഥേ തച്ച മഹതി തദവ്യക്തേക്ഷരേ ച തത്. ബാക്കിയുള്ള മഹാഭൂതാദികളുടെ ലയക്രമത്തെ പറയുന്നു. ഭൂമിയെ ജലത്തിലും, ജലത്തെ തേജസ്സിലും, തേജസ്സിനെ വായുവിലും, വായുവിനെ ആകാശത്തിലും, ആകാശത്തെ താമസാഹങ്കാര രൂപമായ കൂടസ്ഥനിലും, കൂടസ്ഥനെ മഹത്തത്വത്തിലും, മഹത്തത്വത്തെ അവ്യക്തമെന്നുകൂടി പേരുള്ള പ്രധാനത്തിലും, പ്രധാനത്തെ അക്ഷരബ്രഹ്മത്തിലും ലയിപ്പിക്കണം. ഇത്യക്ഷരതയാത്മാനം ചിന്മാത്രമവശേഷിതം ജ്ഞാത്വാദ്വയോത വിരമേത് ദഗ്ധയോനിരിവാനലഹ. അവശേഷിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപമായ ആത്മാവ് യാതൊന്നോ അതുതന്നെ നാശരഹിതമായിരിക്കുന്ന ബ്രഹ്മം. അതൊന്നു മാത്രമല്ലാതെ അന്യമായി യാതൊന്നും പരമാർത്ഥത്തിൽ ഇല്ല എന്നറിഞ്ഞിട്ട് വാനപ്രസ്ഥൻ വിറകെല്ലാം ദഹിച്ചിരിക്കുമ്പോൾ അഗ്നി താനേ തന്നെ അടങ്ങുന്നതുപോലെ തൻ്റെ സർവകൃത്യങ്ങളിൽ നിന്നും വിരമിക്കണം. 12-ാമത്തെ അധ്യായം സമാപിച്ചു. 13-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരിയോം.